ഒരിക്കലൊരാൾ അയാളുടെ മകള് മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ തന്നെ താടി ഒരു കൊടയുടെ ആകൃതിയിലാക്കിയാണ് വളർത്തിയത്. മഴ പെയ്യുമ്പോഴൊക്കെ അവള് താടിയുടെ അടിയിൽ ഒളിച്ചിരിക്കും. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊരു ദിവസം ഒരു കുട ഒടിഞ്ഞ് ഒരു ചെറിയ കുട്ടിയുടെ മേല് വീഴാൻ നിൽക്കുമ്പോൾ വലിയ മീശയുള്ള ഇയാൾ ഓടി വന്ന് കൊട പോലെയുള്ള താടി കൊണ്ട് ആ കുട്ടിയെ മഴയിൽ നിന്ന് രക്ഷിച്ചു. ആ കുട്ടിയും അച്ഛനും ആണിത്. അതിനുശേഷം പേടി തോന്നിയ കുട്ടി മഴ പെയ്യുമ്പോഴെല്ലാം അച്ഛൻ്റെ താടിയുടെ അടിയിൽ ഒളിച്ചിരിക്കാറാണ്. ഒരു കൊടുങ്കാറ്റുള്ള രാത്രിയിൽ അവൾ നായയുടെ കൂടെ കിടക്കായിരുന്നു. പുറത്തു നിന്ന് എന്തോ ഒച്ച കേട്ട് നായ ജനൽ തുറന്ന് പുറത്തേക്ക് ഓടി. മഴയിൽ പുതപ്പ് നനഞ്ഞതോടെ അവൾ എണീറ്റു. നായക്കുട്ടിയെ കാണാനില്ലെന്ന് മനസ്സിലായപ്പോൾ അവൾ അച്ഛനെ വിളിച്ചുണർത്തി. രണ്ടുപേരും കൂടി മഴയത്ത് അതിനെ അന്വേഷിച്ചു പോയി. നായക്കുട്ടി പോയ വഴിയിലൂടെയൊക്കെ രണ്ടുപേരും പോയപ്പോൾ ഒരു പൊട്ടിയ പാലത്തിന്റെ അടുത്താണ് എത്തിയത്. കുട്ടി നായയെ നോക്കാനായി അച്ഛന്റെ കൈ വിട്ട് കൊടയും എടുത്ത് പാലത്തിലൂടെ നടന്നുപോയി. പാലം പൊട്ടി അവൾ താഴെ വീണു. ഭാഗ്യത്തിന് വെള്ളത്തിൽ വീണില്ല. വെള്ളം ചോരുന്നത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയായി. അച്ഛൻ അവൾക്കൊരു കൊട എറിഞ്ഞു കൊടുത്തിട്ട് അവിടെ തന്നെ നിൽക്കാനായി പറഞ്ഞു. പക്ഷെ ദൂരെ നിന്ന് നായയുടെ കരച്ചിൽ കേട്ട് കൊട പിടിച്ച് അവൾ അതിനെ തിരഞ്ഞ് അവിടെ നിന്ന് പോയി. അവിടെയുള്ള പുഴയുടെ അടുത്ത് ഒരു മരക്കൊമ്പിൽ കുടുങ്ങി കിടക്കുന്ന ഒരു ചെറിയ നായക്കുട്ടിയെയും ഇവളുടെ നായക്കുട്ടിയെയും കണ്ടു. അവരെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ അവളുടെ കൊട ഒരു കൊമ്പിൽ കൊടുങ്ങി. അച്ഛനെ വിളിക്കാൻ നിന്നപ്പോഴേക്കും വെള്ളത്തിന്റെ ഒഴുക്കിൽ രണ്ട് നായക്കുട്ടികളും പുഴയിലേക്ക് ഒഴുകി പെട്ടുപോയി. നിങ്ങളുടെ വീട്ടിലെ നായക്കുട്ടി ഉണ്ടെങ്കിൽ അതിന്റെ പേര് കമന്റ് ചെയ്യൂ.